കുന്നംകുളം സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ കൂട്ടുപാത എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. പഴയ മോഡലിലെ ചില കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പട്ടാമ്പി ടൗൺ ആയിട്ടുണ്ട്. ഇത് ഭാരതപ്പുഴയാണ് തോന്നുന്നത്. സ്റ്റാൻഡായില്ലേ. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. 1:50 നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ബസ് തിരിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ കൃത്യം 3:44 എത്തിയിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂർ കൂടി ആയിട്ടില്ല. അതിനു മുമ്പ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പഴയ ഷട്ടർ ബസ്സൊക്കെ ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് കുറവാണല്ലോ. അപ്പോൾ അതിലുള്ള യാത്രയുടെ ഒരു വീഡിയോ പിടിക്കാൻ വെച്ചിട്ട്. 84 അല്ലേ? ചേട്ടൻ പേരെന്താ? മനോജ് കുന്നോളല്ലേ. ഇപ്പം എത്ര കൊല്ലമായി ഇതില്? മയിൽവാനത്തിലായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നല്ല സർവീസൊക്കെ ആയിരുന്നു. അത് ശരി. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അടുത്ത് തന്നെ ഒരു കട കണ്ടു. ചെറിയൊരു ബേക്കറിയും ചായക്കടയൊക്കെ ആയിട്ടുള്ള കട കണ്ടു. അപ്പോൾ അവിടെ കയറി ചായ കുടിക്കാമെന്ന് വെച്ചു. അതിൻ്റെ കൂടെ ഹോട്ടലൊന്നും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ ബേക്കറികൾ കണ്ടു. പക്ഷേ സ്റ്റാൻഡിൻ്റെ അകത്തൊരു ഹോട്ടൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കില്ല. ഇത്ര മെയിനായിട്ടുള്ളൊരു സ്റ്റാൻഡായിട്ടൊരു ഹോട്ടലില്ലാതെ ഇരിക്കില്ല എന്തായാലും. അങ്ങനെ ഒറ്റപ്പാലത്തുള്ള എൻ്റെ കൂട്ടുകാരനൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ച് വരാനായിട്ട് ഞങ്ങൾ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ എത്തി. അപ്പോൾ നമ്മൾ വന്ന ബസ്സിൽ തന്നെ തിരിച്ച് റിട്ടേണും വരുന്നത്. ബസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചോദിച്ചിരുന്നു, കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചിരുന്നു, ഇനി അടുത്ത ട്രിപ്പ് എപ്പോഴാണ് ഇവിടെ തിരിച്ച് ഇവിടെ ഒറ്റപ്പാലം സ്റ്റാൻഡിലേക്ക് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു 6 മണിയാണ്, 6:50 പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സമയം ഇരുട്ടി വരുന്നുണ്ട്. ആകാശം നോക്കുമ്പോഴും ആ ഒരു ഇരുൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു നിറവ്യത്യാസം, ആ ഒരു ചുവന്ന ഇതൊക്കെ കാണുന്നുണ്ട്. ദൂരം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റേതായിട്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഒരു നിഴൽ മാത്രമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ഒരു എന്താ പറയുക, ഒരു ഇരുൾ വിരിച്ചെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ഒരു പഴയ മോഡൽ ബസ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫീലും കൂടി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഷട്ടർ വിൻഡോ ഉള്ളൊരു ബസ്സായതുകൊണ്ട് തന്നെ, ആ ഒരു പഴയ ബസ്സായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു കാറ്റൊക്കെ അടിച്ചിട്ട് ഈ ഒരു കാഴ്ച നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ് വിൻഡോ ഉള്ള ഇപ്പോഴത്തെ പുതിയ മോഡൽ ബസ്സാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് ഇതേപോലെ കിട്ടില്ല നമുക്ക്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ആ പഴയ മോഡലുള്ള ഗിയർ ബോക്സും പിന്നെ ഗിയർ ലിവറും, ശരിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ഗിയർ ബോക്സും അതുപോലെ ഗിയർ ലിവറൊന്നും കാണാൻ തന്നെ ഇല്ല, വളരെ അപൂർവമാണ്. പിന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലൊന്നും അത്രയും അപൂർവമായിട്ട് കാണാനുള്ളൂ. അപ്പോൾ ഈ ഒരു ബസ് ഇപ്പോഴും നമുക്ക് ആ പണ്ടത്തെ രീതിയിലുള്ള ഗിയർ ലിവറും ഗിയർ ബോക്സൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു എംബ്ലോക്ക് വെച്ചിട്ടുള്ള ആ ഒരു പഴയ മോഡലുള്ള ഗിയർ ബോക്സും ഒക്കെ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട കാര്യമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 2 ട്രിപ്പാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്തത്. നമ്മൾ ഗുരുവായൂരിൽ ഒറ്റപ്പാലത്തേക്കും ഇപ്പോൾ ഒറ്റപ്പാലം തിരിച്ചും യാത്ര ചെയ്യുന്നത് ഇതേ ബസ്സിൽ തന്നെയാണ്. വളരെ നല്ലൊരു മാന്യമായ ഡ്രൈവിംഗ് തന്നെയായിരുന്നു ഈ ഒരു ബസ്സിലത്തെ. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു പെരുമാറ്റം എല്ലാം നല്ലൊരു മാന്യമായിട്ടുള്ള രീതിയായിരുന്നു.
അങ്ങനെ പട്ടാമ്പി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തേക്കാളും ഒന്നും കൂടി തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാരണം രാത്രിയൊക്കെ ആയല്ലോ. പിന്നെ നേരത്തെ ആയിരുന്നാലും പൊതുവേ ഒരു തിരക്ക് കുറവുള്ള പോലെ തോന്നി, പെരുന്നാളിനൊക്കെ ആയതുകൊണ്ടാവും. കുറച്ച് നേരം ഇവിടെ ബ്രേക്കുണ്ട്. ഒരു നായ നിൽക്കുന്നത് കാണാനുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു നായ കിടക്കുമ്പോഴേന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു നായ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയിരുന്നാലും ഇത് വലിയൊരു ഭീഷണി തന്നെയാണ് നമുക്ക്, ഈ നായ്ക്കളുടെ ശല്യം. ബസ് സ്റ്റാൻഡായിരുന്നാലും എന്തിനും ഹോസ്പിറ്റലിൽ പോയിരുന്നാൽ പോലും നായ്ക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും പട്ടാമ്പി പാലത്തിൽ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി വ്യൂ ആണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ദൂരെയുള്ള ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു വെളിച്ചം ഈ പുഴയുടെ വെള്ളത്തിൽ തട്ടിയിട്ട് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അല്ലാതെ നമുക്ക് അതിനപ്പുറം ഒന്നും മനസ്സിലാവുന്നില്ല, ഇരുട്ടായതുകൊണ്ട്. കിട്ടി. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്താ പറയുക, ശരിക്കും ആ ഒരു പഴയ കാലത്തുള്ള ഒരു യാത്ര അനുഭവം പോലെ നമുക്ക് കിട്ടിയിരുന്നപ്പോൾ യാത്ര എല്ലാം കൊണ്ടൊരു നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ യാത്ര അവസാനിച്ചു. കൃത്യം 9 മണിക്കാണ് നമ്മൾ ഗുരുവായൂരിൽ തിരിച്ച് മടങ്ങി എത്തിയിട്ടുള്ളത്. നമ്മൾ ഉച്ചയ്ക്ക് കയറിയ അതേ സെയിം സ്പോട്ടിൽ തന്നെയാണ് ബസ് വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.